വെൽക്കം ടു CK മല്ലൂസ്. നമ്മുടെ ചാനലിൽ ഇന്നു മുതൽ പുതിയൊരു ഡ്രാമ ആരംഭിക്കുകയാണ്. കമൻസിലൂടെ ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെട്ട മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഡ്രാമയിൽ ഹീറോയുടെയും ഹീറോയിൻ്റെയും ഇപ്പോഴത്തെ കാലഘട്ടവും സ്കൂൾ ലൈഫും കാണിക്കുന്നുണ്ട്. കോമഡി, റൊമാൻസ്, മിസ്റ്ററി, സ്കൂൾ ലൈഫ് ഇതെല്ലാം കൂടി ചേർന്ന നല്ലൊരു ഡ്രാമയാണിത്. ആദ്യം നമുക്ക് ഹീറോയെയും ഹീറോയിനെയും ഒന്ന് പരിചയപ്പെടാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ വലിയ സ്റ്റൈലിൽ ബൈക്കിൽ വരുന്നതാണ് നമ്മുടെ ഹീറോ ബോക്സ്. അവനൊരു റിക്വസ്റ്റ് ഏജൻസി നടത്തുകയാണ്. അതായത് പ്രണയവുമായി ബന്ധപ്പെട്ടുള്ള ഏത് റിക്വസ്റ്റ് വന്നാലും അവരുടെ ഏജൻസി അത് നടത്തി കൊടുക്കും. പ്രണയം സക്സസ് ആക്കാനും പ്രണയം പൊളിക്കാനും ഒക്കെയുള്ള എന്ത് സഹായം വേണമെങ്കിലും റെഡി. അവനെ സഹായിക്കാൻ 2 കൂട്ടുകാരുമുണ്ട്. അവരെ നമുക്ക് വിശദമായി പിന്നീട് പരിചയപ്പെടാം. ഫസ്റ്റ് സീനിൽ മൈക്കിൾ ജാക്സന്റെ ബീറ്റ് ഇറ്റ് എന്ന തകർപ്പൻ സോങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊക്കെയാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി. സ്റ്റൈലിൽ അവൻ വന്നിറങ്ങുന്ന വണ്ടി മാത്രം നമ്മുടെ MIT പോലെയുള്ളതാണെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പെർഫെക്റ്റ്. മുമ്പ് സൂചിപ്പിച്ച പോലെ നായകന്റെ ഇപ്പോഴത്തെ ഈ വരവും ഒരു കല്യാണം പൊളിക്കാൻ വേണ്ടിയാണ്. അതേ ബിൽഡിങ്ങിൽ തന്നെ മറ്റൊരു വെഡിങ് ഹാളിൽ മറ്റൊരു വിവാഹവും നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ നമ്മുടെ ഹീറോയിൻ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ സോ ജിയോങ് എന്ന് വിളിക്കാം. അവളിപ്പോൾ സ്കൂളിൽ കോൺട്രാക്ട് ടീച്ചറായി ജോലി ചെയ്യുകയാണ്. സ്കൂളിലെ ചെയർമാന്റെ മകളുടെ വിവാഹമാണ് അവിടെ നടക്കുന്നത്. സോ ജിയോങ്ങിനെ സത്യത്തിൽ ചെയർമാൻ വിവാഹം ക്ഷണിച്ചിട്ടില്ല. പുള്ളിക്കാരി സ്വന്തമായി ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുകയാണ്. 500ന്റെ 2 നോട്ടുകൾ കയ്യിൽ പിടിച്ചിട്ട് 500 രൂപ കൊടുക്കണോ 1000 രൂപ കൊടുക്കണോ എന്ന കൺഫ്യൂഷനിലാണ് ആളിപ്പോൾ. ഭക്ഷണം വളരെ വില കൂടിയതാണ് എന്നറിയാമെങ്കിലും അറിയാമെങ്കിലും തൽക്കാലം 500-ൽ ഒതുക്കാമെന്ന് പറഞ്ഞവൾ 500 രൂപ തിരിച്ച് ബാഗിൽ വയ്ക്കുന്നു. മുഖമുയർത്തി നോക്കുമ്പോൾ ഒരു പ്രതിമ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ഒരു നിമിഷം പതറിയെങ്കിലും ബീഫ് സ്റ്റീക്കിനെ കുറിച്ച് ഓർത്ത് തുള്ളിച്ചാടി സന്തോഷത്തോടെ അവൾ അകത്തേക്ക് പോകുന്നു. ചെയർമാൻ അവളെ കണ്ടപ്പോൾ ഞാൻ നിനക്ക് വെഡിങ് ഇൻവിറ്റേഷൻ തന്നിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ലെന്ന്, എന്തായാലും ഞാൻ ഉടൻ തന്നെ നമ്മുടെ സ്കൂളിലെ പെർമനന്റ് ടീച്ചർ ആകില്ലേ, അപ്പോൾ നമ്മൾ സ്ഥിരം കാണേണ്ടവരല്ലേ, അതുകൊണ്ട് ഞാനൊന്നും കാര്യമാക്കാതെ നിങ്ങൾക്ക് പോകുന്നതാണ് എന്ന് അവൾ പറയുന്നു. അതിന് സാധ്യതയില്ല. ഇത്തവണ പുറത്തുനിന്ന് പെർമനന്റ് ടീച്ചറിനെ തിരഞ്ഞെടുക്കാനാണ് തീരുമാനം. അതുകൊണ്ട് തീരെ പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞ് ചെയർമാൻ അടുത്ത ആളുടെ അരികിലേക്ക് പോകുന്നു. സജിയോങ്ങിന്റെ അത്ര നേരത്തെ സന്തോഷം അതോടെ തീർന്നു. കയ്യിലിരുന്ന സംഭാവനക്കാർ അവൾ ദേഷ്യത്തിൽ ചുരുട്ടിക്കൂട്ടുന്നുണ്ട്. ഇതേസമയം മറ്റേ വെഡിങ് ഹാളിൽ വധുവരന്മാരോട് ഭാര്യാഭർത്താക്കന്മാരെ ഇരിക്കാൻ സമ്മതമാണോ എന്ന് അച്ഛൻ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബോക്സിന്റെ എൻട്രി. അവിടെ കൂടിയിരുന്നവരെല്ലാം ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞവൻ അകത്തേക്ക് നടക്കുന്നു. 2 കുട്ടികൾ അവന്റെ മുന്നിൽ പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. നവവധുവിന്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ അവളെ കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്ന കാമുകനാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. ബോക്സ് അവൾക്കരികിലേക്ക് ചെന്ന് വരാൻ താമസിച്ചതിന് സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കൈ നീട്ടുന്നു. അവളെ കയ്യിൽ പിടിച്ചതും അവൻ അവളെ കൊണ്ട് പുറത്തേക്ക് കൊടുന്നു. തീരെ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് അപ്പോൾ സംഭവിക്കുന്നുണ്ട്. കുറെ ഗുണ്ടകൾ ബോക്സിനെ ശരിക്കും പെരുമാറുന്നു. ഈ ബേറുടെ വേഷത്തിൽ നിൽക്കുന്നതാണ് മുമ്പ് ഞാൻ പറഞ്ഞ ബോക്സിന്റെ ഫ്രണ്ട്. അവനാണ് അവരുടെ റിക്വസ്റ്റിംഗ് ഏജൻസിയുടെ CEO ലീ ജിയോങ്. വണ്ടിയിലിരുന്ന് വയർലെസ്സിലൂടെ ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഇവളാണ് 3ാമത്തെ പാർട്ണർ മിൻജി. പ്ലാൻ A ഫെയിൽ ആയതുകൊണ്ട് പ്ലാൻ ബിയുമായി മുന്നോട്ട് പോകാൻ അവൾ നിർദ്ദേശം നൽകിയതോടെ ലീ ജിയോങ് സ്റ്റേജിലേക്ക് എത്തിയത് പുതിയ ചെറുക്കനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ ശരിക്കും എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണോ, എനിക്ക് നമ്മുടെ സ്നേഹം വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല, എനിക്ക് നിന്നോട് ബ്രേക്കപ്പ് ആകാൻ കഴിയില്ല എന്ന് പറയുന്നു. പയ്യനായ അന്തം വിട്ട് അവനെ തള്ളി മാറ്റി നീ ആരാണെന്ന് ചോദിച്ചിട്ട് അവിടെ കൂടിയിരുന്നവരോട് എനിക്കിവനെ അറിയില്ല എന്ന് പറയുന്നു. അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ ലീ ജിയോങ് ചെറുക്കനെ ബലമായി പിടിച്ച് കിസ് ചെയ്യുന്നു. അയാൾ വളരെ പണിപ്പെട്ട അവനെ തള്ളി മാറ്റിയെങ്കിലും അവൻ വീണ്ടും അയാളെ കിസ് ചെയ്യുന്നു. എല്ലാവരും അമ്പരന്ന് അവരെ നോക്കേണ്ടി നിൽക്കുന്ന സമയത്ത് ബോക്സ് പുതിയ പെണ്ണുമായി അവിടുന്ന് എസ്കേപ്പ് ആകുന്നു. ഈ സമയത്താണ് അങ്ങനെ എനിക്ക് ജോലി പെർമനന്റ് ആക്കി തരാമെന്ന് പറഞ്ഞ് എത്ര തവണയാണ് എന്നെ കൊണ്ട് ഓവർ ടൈം ചെയ്യിച്ചിരുന്നത്, എന്നിട്ടിപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് അയാൾ എന്നെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ മുഴുവൻ ബീഫ് സ്ട്രൈക്കും ഞാൻ കഴിച്ചു തീർക്കാൻ പോവുകയാണ് എന്നൊക്കെ ചെയർമാനെ തെറി വിളിച്ചുകൊണ്ട് സോജിയോങ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പുതിയ പെണ്ണുമായി അതുവഴി വരികയായിരുന്ന ബോക്സ് അവളെ പാസ് ചെയ്തപ്പോൾ അറിയാതെ അവൻ നിന്നു പോകുന്നു. നവവധുവിന്റെ കൈകളിൽ നിന്ന് അവന്റെ പിടിവിട്ടു പോകുന്നു. സോജിയോങ് പോയ ഭാഗത്തേക്ക് നോക്കി അവൻ തിരിയുന്നു. അവന്റെ മനസ്സിൽ കുറെ ഓർമ്മകൾ മിന്നായം പോലെ കടന്നു വരുന്നുണ്ട്. ഫോണിൽ നോക്കി പോവുകയായിരുന്ന അവൾ അവനെ കണ്ടിരുന്നില്ല. ഇവിടെ ഇങ്ങനെ നിന്നാൽ നമ്മളിപ്പോൾ പിടിക്കുമെന്ന് പുതിയ പെണ്ണ് പറഞ്ഞപ്പോൾ ബോക്സ് അവൾക്കൊപ്പം ചെല്ലുന്നു. ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്ന സോജിയോങ്ങിന്റെ ദേഷ്യം മുഴുവൻ ബീഫ് സ്റ്റീക്കിനോട് തീർക്കുന്നതിനാൽ ഇവൾ എന്താണ് കാണിക്കുന്നത് എന്ന അർത്ഥത്തിൽ ചുറ്റുമിരിക്കുന്നവർ അവളെ നോക്കുന്നുണ്ട്. വിവാഹവേഷത്തിൽ നിൽക്കുന്ന മകളുടെ കണ്ണീർ ചെയർമാൻ തുടയ്ക്കുന്നത് കണ്ടപ്പോൾ ഈ കോൺട്രാക്ട് ടീച്ചറിന്റെ കണ്ണീർ തുടയ്ക്കാൻ ആരുണ്ട് എന്നവൾ സങ്കടത്തോടെ പറയുന്നുണ്ട്. ബോക്സുവിനെയും പുതിയ പെണ്ണിനെയും കൊണ്ടുപോകാൻ മിഞ്ചു വാനുമായി വാതിക്കെത്തിയിരുന്നതിനാൽ അവർ അതിൽ കയറുന്നു. വണ്ടിയിൽ കയറി കഴിയുമ്പോൾ പുതിയ പെണ്ണ് കണ്ണീരൊക്കെ തുടച്ച് മേക്കപ്പ് കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞുറപ്പിച്ചതിന്റെ ബാക്കി തുക ബോക്സിനെ ഏൽപ്പിക്കുന്നു. പെട്ടെന്നുള്ള റിക്വസ്റ്റ് ആയിരുന്നെങ്കിലും ഭംഗിയായി കാര്യം നടത്തുന്നതിന് നന്ദി പറഞ്ഞ് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. വെഡിങ് ഹാളിന് അരികിൽ പെട്ടുപോയ ലീ ജിയോങ്ങിനെ അവർ തിരികെ അവിടെ എത്തി വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നുണ്ട്. വരനും കുട്ടിയും നന്നായി പെരുമാറിയത് കൊണ്ട് അവൻ അവശ നിലയിലായിരുന്നു. കഴുത്തിൽ ഇടിയുണ്ടതിന്റെ പാട് അവൻ കാണിച്ചപ്പോൾ അതിലേക്ക് നോക്കുന്ന ബോക്സിയുടെ ശ്രദ്ധ തെറ്റുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ വണ്ടിക്ക് വട്ടം ചാടുന്നതിനാൽ അവൻ സഡൻ ബ്രേക്ക് പിടിക്കുന്നു. സ്കൂൾ യൂണിഫോം ധരിച്ച
അവരെ കണ്ടപ്പോൾ നമ്മൾ പഠിച്ച സ്കൂളിലെ കുട്ടികളാണല്ലോ, അവരുടെ യൂണിഫോം ഇപ്പോഴും പഴയത് തന്നെയാണല്ലോ എന്ന് മിഞ്ചി പറയുന്നുണ്ട്. ബോക്സ് മാത്രം ആ കുട്ടികളെ കണ്ടപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലെ ഏതോ ഓർമ്മകളിലേക്ക് പോയി വണ്ടി മുന്നോട്ട് പോലും എടുക്കാൻ മറന്നിരിക്കുന്നു. അവൻ്റെ ഓർമ്മയിൽ യൂണിഫോം ധരിച്ച സോജിയങ്ങിനെയും കാണാം. ആ ഓർമ്മകൾ അവൻ്റെ കണ്ണ് നനയിക്കുന്നുണ്ട്. ഇനി നമുക്ക് അവരുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകാം. 2009-2010 കാലമാണ് കാണിക്കുന്നത്. രാവിലെ സ്കൂളിലേക്ക് വരുന്ന ബോക്സും ലിജിയോങ്ങും ബോക്സ് ഫുൾ യൂണിഫോം ധരിച്ചിട്ടില്ലാത്തതിനാൽ സാറിൻ്റെ മുന്നിൽ പെടാതിരിക്കാൻ പിന്നിലെ മതിൽ ചാടിയാണ് അന്നകത്ത് കയറിയത്. പക്ഷെ അവന്മാർ അത് തന്നെ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചാവണം അവിടെ കാത്തു നിൽക്കാറുന്ന സാർ രണ്ടുപേരെയും കൈയോടെ പൊക്കുന്നു. പണിഷ്മെൻ്റായി താഴെ കുത്തിയിരുന്ന് നടക്കാൻ പറയുന്നു. ഇരിക്കുന്ന രണ്ടുപേരുടെ പാൻറ്റിൻ്റെ മൂട് കീറുന്നുണ്ട്. ചെവിക്ക് നുള്ളിക്കൊണ്ട് കഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ ക്ലാസ് റൂമിൻ്റെ ജനലരികിൽ നിന്ന് മിഞ്ചി ഉറക്കെ ബോക്സ് ഐ ലവ് യു എന്ന് വിളിച്ചു പോകുന്നുണ്ട്. സാർ അത് കേട്ട് തിരിഞ്ഞു നോക്കുന്നു. മിഞ്ചിക്ക് ബോക്സിലൂടെ വൺ സൈഡ് ലവാണ്. അവൾ അവനേക്കാൾ 1 വയസ്സിന് മുതിർന്നതായതിനാൽ മറുപടി എന്നോണം ഐ ലവ് യു ടു ചേച്ചി എന്ന അവനും വിളിച്ചു പറയുന്നു. നിനക്കൊക്കെ വട്ടാണോ എന്ന് ചോദിച്ച് സാർ അവളോട് ജനലടയ്ക്കാൻ വിളിച്ചു പറയുന്നുണ്ട്. ഇതിൻ്റെ ശിക്ഷയായി 5 റൗണ്ട് കൂടി അധികം നടന്നോളാൻ സാർ പറയുന്നു. ശിക്ഷ കഴിഞ്ഞ് നടക്കാൻ പോലും വയ്യാതെ തളർന്ന് ക്ലാസ്സിൽ വന്നിരിക്കുന്ന ബോക്സിനെ ആശ്വസിപ്പിക്കാൻ മിഞ്ചി അടുത്ത് ചെല്ലുന്നുണ്ട്. അവളോട് അവൻ ബഹുമാനത്തോടെ സംസാരിക്കുന്നതിനാൽ നമ്മൾ തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, ഈ ബഹുമാനമൊക്കെ ആവശ്യമുണ്ടോ എന്നവൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഹീറോയിൻ ബുക്കിൽ നോക്കി എന്തോ കാണാതെ പഠിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. അവളെ കണ്ട് നമ്മുടെ ക്ലാസ് ടീം ഇന്നും സുന്ദരിയായിരിക്കുന്നല്ലോ എന്ന് ലിജിയോ പറയുന്നു. എനിക്ക് ആ ടൈപ്പല്ലേ ഇഷ്ടം, അവളുടെ മുടി ബ്രൗൺ ആണ്, എനിക്ക് കറുത്ത മുടിയുള്ളവരെയാണ് ഇഷ്ടം എന്ന് ബോക്സ് പറഞ്ഞപ്പോൾ മിഞ്ചി സ്വന്തം കാര്യം മൊത്തം സന്തോഷത്തോടെ ചിരിക്കുന്നത് കണ്ട് നീയും എൻ്റെ ടൈപ്പല്ല, നിന്റെ കൺവീരിതേ ഇളകിയിരിക്കുന്നുവെന്ന് ബോക്സ് അവളോടും പറയുന്നുണ്ട്. അവൾ ചമ്മലോടെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. പിന്നീട് ലിജിയോ കണ്ണടച്ച് ചെവി വട്ടം പിടിച്ച് അയാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് 4, 3, 2, 1 എന്നുണ്ടെന്നു. അവൻ 1 എണ്ണി തീരുമ്പോഴത്തേക്കും സാർ ക്ലാസ്സിൽ വന്നതും ഒരുപോലെയായിരുന്നു. ബോക്സ് അവൻ്റെ കഴിവിനെ പുകഴ്ത്തുന്നുണ്ട്. മോഡൽ എക്സാമിന്റെ പേപ്പറുമായാണ് സാർ ക്ലാസ്സിൽ നിന്നത്. സ്കൂളിലെ ടോപ്പ് മാർക്ക് നമ്മുടെ ക്ലാസ് പ്രസിഡന്റായ സോജിയോങ്ങിനാണ് എന്നറിയിച്ചിട്ട് അദ്ദേഹം നമ്മളെ അഭിനന്ദിക്കുന്നു. സ്കൂളിലെ ഏറ്റവും മോശം മാർക്കും അതായത് 300 സ്ഥാനവും നമ്മുടെ ക്ലാസ്സിൽ തന്നെയാണ്. പക്ഷെ പേര് പറഞ്ഞ് നാണം കിടത്തുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, അതല്ലേ നല്ലത് ബോക്സ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആളെ മനസ്സിലായതോടെ കുട്ടികൾ ചിരി തുടങ്ങുന്നതിനാൽ ബോക്സ് യൂണിറ്റ് എല്ലാവരെയും കൈ ഉയർത്തി കാണിക്കുന്നു. നിനക്ക് എന്തെങ്കിലും ഒന്ന് പഠിച്ചുകൂടെ എന്ന് സാറ് ചോദിച്ചപ്പോൾ ലിജിയോങ്ങും മറ്റു കുട്ടികൾക്കൊപ്പം ചിരിക്കുകയാണ്. അവനെ നോക്കി നീ ചിരിക്കണ്ട, നിന്റെ സ്ഥാനം 299 ആണ് എന്ന് സാറ് പറയുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. നന്നായി പഠിക്കുന്ന സ്റ്റുഡൻസിൽ നിന്നൊരാളെയും പഠിക്കാൻ മോശമായിട്ടുള്ള സ്റ്റുഡൻസിൽ നിന്നൊരാളെയും ചേർത്ത് മുഴുവൻ കുട്ടികളെയും ഗ്രൂപ്പായി തിരിക്കാൻ പോവുകയാണ്. പഠിക്കാൻ മിടുക്കരായിട്ടുള്ളവർ തങ്ങളുടെ ഗ്രൂപ്പിലെ മണ്ടന്മാരായിട്ടുള്ളവരെ പഠിക്കാൻ സഹായിക്കണം. അടുത്ത എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യിക്കാൻ കഴിയുന്ന ടീമംഗങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിൽ നല്ലൊരു മാർക്ക് എക്സ്ട്രാ തരുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് കേട്ടപ്പോൾ സോജിയോങ്ങിന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങുന്നുണ്ട്. ഗ്രൂപ്പാക്കുന്നവരുടെ പേരുകൾ സാർ അനൗൺസ് ചെയ്യാൻ തോന്നുന്നു. കുട്ടികളെല്ലാം തങ്ങളുടെ പാർട്ട്ണറിന് ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. സോജിയോങ്ങിന് പാർട്ട്ണറായി കിട്ടിയത് ബോക്സുവിനെയാണ്. നീ ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് സാർ ബോക്സുവിനോട് പറയുന്നുണ്ട്. ബോക്സുവിന്റെ ഫാനായ മറ്റു കുട്ടികൾക്കെല്ലാം സോജിയോങ്ങിനോട് അസൂയ തോന്നുന്നുണ്ട്. മിഞ്ചി ചാടി എണീറ്റ് സാർ എന്നെ ബോക്സുവിന്റെ ഗ്രൂപ്പിലാക്കണം എന്ന് പറയുന്നു. നിന്റെ സ്ഥാനം 298-ാമതാണ്. നിന്നെയും അവനെയും ഒരേ ഗ്രൂപ്പിലാക്കിയാൽ രണ്ടുപേരും കൂടി സൂയിസൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് ലവ് അല്ല എന്ന് സാർ പറയുന്നത് കേട്ട് മിഞ്ചി നിരാശയോടെ തിരികെയിരിക്കുന്നു. ബ്രേക്ക് ടൈമിൽ സോജിയോങ് ബോക്സിന് മുന്നിലെത്തി നമുക്ക് ഒരുമിച്ച് നന്നായി പഠിക്കാമെന്ന് പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും നോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് നല്ല തിരക്കാണ്, പഠിക്കാനൊന്നും സമയമില്ല എന്നവൻ പറയുന്നു. സോജിയോങ്ങിന് നല്ല ദേഷ്യം വന്നെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ച് ഒരു ചിരി വരുത്തി പല്ല് കടിച്ചുകൊണ്ട് എത്ര തിരക്കാണെങ്കിലും ഇടയ്ക്ക് അവിടെയും ഇവിടെയും ഒക്കെ കുറച്ച് സമയം കണ്ടെത്തി നമുക്ക് ഒരുമിച്ച് പഠിച്ച് ജയിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ തിരികെ സീറ്റിൽ വന്നിരിക്കുന്നു. പിന്നെ പലതവണ അവൾ പഠിക്കാനായി അവനെ സമീപിച്ചെങ്കിലും അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പോലും കൂട്ടാക്കുന്നില്ല. അവൾക്കിപ്പോൾ ഊണിലും ഉറക്കത്തിലും ബോക്സ് എന്ന ചിന്ത മാത്രമാണ്. ഒരു ദിവസം സാർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോക്സ് എന്ന് പറഞ്ഞ അവൾ ചാടി നിൽക്കുന്നുണ്ട്. സാർ അന്തം വിട്ട് എന്നെയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് അവൾക്ക് വെളിവ് വീഴുന്നത്. സോജിയോങ്ങിന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെങ്കിലും സംയമനം പാലിച്ച് ബ്രേക്ക് ടൈമിൽ ചിരിച്ച മുഖത്തോടെ അവൾ അവനെ വിളിച്ചുകൊണ്ട് റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. നീ എന്താണ് ഇത്ര സ്പീഡിൽ നടക്കുന്നതെന്ന് ചോദിച്ച് വലിച്ചു പുറകെ ചെല്ലുന്ന ബോക്സുവിനെ പെട്ടെന്ന് തിരിഞ്ഞു വന്ന് സിയോജിയും പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിക്കുന്നു. തൊട്ടടുത്ത് കണ്ട അവളുടെ മുഖം അവൻ്റെ ടെമ്പർ കൂട്ടുന്നുണ്ട്. അവനെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവൾ എന്തോ പറയാനായി അടുക്കുന്നു. മൊത്തത്തിൽ റൊമാൻറ്റിക് സീനിന്റെ പ്രതീതിയിൽ നിന്നിരുന്ന ബോക്സിന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ചുകൊണ്ട് സോജിയോങ് നിർത്താതെ അവനെ തെറി വിളിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് ഞാൻ സ്കൂളിലെ ടോപ്പ് സ്റ്റുഡൻ്റ് ആണെന്ന് നിനക്കറിയാമല്ലോ, നിന്നോട് സംസാരിക്കുന്ന ഈ സമയമുണ്ടെങ്കിൽ എനിക്ക് 5 പ്രോബ്ലം കൂടി ആൻസർ ചെയ്യാം, അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ ബുക്ക് കൊണ്ടുപോയി ഇതിലെ പ്രോബ്ലംസ് ചെയ്ത് വെച്ചിട്ട് വാ, ഇല്ലെങ്കിൽ സാർ കീറുന്നതിന് മുമ്പ് നിന്റെ പാൻറ് ഞാൻ വലിച്ചു കീറും എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്തിൽ തട്ട് കൊടുത്തിട്ട് അവൾ പോകുന്നു. ഒരു എലിയെ പോലെ പേടിച്ച് പതുങ്ങി നിൽക്കുകയായിരുന്നു ബോക്സ് ഈ സമയം മുഴുവൻ. അന്ന് രാത്രി അവനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ അവൻ്റെ മുറിയിലെത്തുന്ന അനന്തരവൻ
അവനിരുന്ന് പ്രോബ്ലം ചെയ്യുന്നത് കണ്ട് മുത്തശ്ശി മാമൻ എന്തോ സുഖമില്ലെന്ന് തോന്നുന്നു, പതിവില്ലാത്ത ഓരോന്നൊക്കെ ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു. സോജിയോങ്ങിന്റെ അന്നത്തെ പെർഫോമൻസ് ഓർക്കുമ്പോൾ ബോക്സുവിന്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ട്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞങ്ങൾക്ക് പാരമ്പര്യമായി ഈ അസുഖമുള്ളതാണ് എന്ന് പറഞ്ഞവൻ സമാധാനിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ മുറിയിലേക്കെത്തുന്ന അമ്മ അവൻ പഠിക്കുന്ന കണ്ട് അവന്റെ നെറ്റിയിൽ കൈവച്ച് നോക്കിയിട്ട് നിനക്ക് എന്ത് പറ്റി, അസുഖം വല്ലതുമുണ്ടോ, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അടുത്ത ദിവസം ക്ലാസ്സിലെത്തുമ്പോൾ അവൻ ബുക്ക് അവളുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ സന്തോഷമായോ എന്ന് ചോദിക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ മുഖം വീണ്ടും അവൻ നെഞ്ചിലേക്ക് കൂട്ടുന്നു. അവൻ തിരികെ സീറ്റിൽ ചെന്നിരുന്നിട്ട് നെടുവേർപ്പെടുന്നുണ്ട്. അത് കേട്ട് അടുത്തിരുന്ന ലീജിയൻ നിന്നെ ഇങ്ങനെ നെടുവേർപ്പിടിക്കാൻ വേണ്ട മാത്രം അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. അവളൊന്നും പറഞ്ഞില്ല എന്നവൻ പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ നോട്ടം കൊണ്ട് മാത്രം നീ നെടുവേർപ്പെട്ടോ, അവൾ മിടുക്കിയാണല്ലോ എന്നവൻ പറയുന്നുണ്ട്. അവൾ തെറി വിളിക്കാൻ മിടുക്കിയാണ് എന്ന് അവൻ പറഞ്ഞത് ലിയോജിയോങ്ങിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സോജിയോങ് റൂഫ് ടോപ്പിൽ പോയിരുന്ന് ബോക്സ് ചെയ്ത പ്രോബ്ലം പരിശോധിച്ച് വന്ന് കുറച്ചുപോലും ബുദ്ധി ദൈവം കൊടുക്കാഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് താഴെ 3 കുട്ടികൾ ചേർന്നൊരു തടിയനെ റാഗ് ചെയ്യുന്നത് അവൾ കാണുന്നത്. അവർ അവനെ നന്നായി ഉപദ്രവിക്കുന്നുണ്ട്. ഈ സമയം വേസ്റ്റ് കളയാനായി അവിടെ എത്തുന്ന ബോക്സ് അവന്മാരെ ഇടിച്ച് ശരിയാക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഇടി കഴിഞ്ഞ് കാൽ നിലത്ത് വെച്ചപ്പോൾ അവൻ്റെ കാൽ ഉളുക്കുന്നുണ്ട്. പക്ഷേ അവനത് പുറത്ത് കാണിക്കാതെ മസിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും തല്ലി കിട്ടിയന്മാർ അടിയറവ് പറഞ്ഞ് മുട്ടുകുത്തിയിരുന്നു കഴിഞ്ഞു. എനിക്ക് സത്യത്തിൽ അടിയുണ്ടാക്കുന്നത് ഇഷ്ടമല്ല. ഇന്ത്യക്കാരനായ എബ്രഹാം ലിങ്കണെ നിങ്ങൾ അറിയില്ലേ? അദ്ദേഹത്തെ പോലെ അഹിംസയുടെ പ്രചാരകനാണ് ഞാനും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഇപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞ് അവരെ ഓടിച്ചുവിട്ടിട്ട് വേദനയോട് നിലവിളിച്ച് കാൽ ഉയർത്തിയപ്പോഴാണ് നിന്നോട് അടിയുണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ച് സാറിൻ്റെ അടി അവൻ്റെ പുറത്ത് വീഴുന്നത്. ഞാനല്ല അടിയുണ്ടാക്കിയത്, സാർ എപ്പോഴും ഇങ്ങനെ ലേറ്റായി വരുന്നത് എന്തിനാണെന്ന് ചോദിച്ച് കൂട്ടത്തിൽ അവൻ വേദന കൊണ്ട് ഞരങ്ങുന്നുമുണ്ട്. നിനക്ക് പരിക്ക് പറ്റിയെന്ന് സാർ ചോദിച്ചപ്പോൾ എനിക്കോ, ഞാൻ ആരാണെന്നാണ് സാർ കരുതിയിരിക്കുന്നത്, ഞാൻ ബോക്സു ആണ്, എനിക്ക് പരിക്കൊന്നും പറ്റില്ല എന്നവൻ ഗമയിൽ പറയുന്നു. നിന്റെ ഈ വാ തന്നെയാണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് സാർ അവൻ തല്ലു കൊടുക്കുന്നുണ്ട്. സോജിയൻ മുകളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അന്ന് PT ക്ലാസ്സിൽ ഇന്ന് 3 ലെഗ് റൈസ് ആണ് നടത്താൻ പോകുന്നത്. നിങ്ങളുടെ സ്റ്റഡി പാർട്ട്ണർ തന്നെയായിരിക്കും ഇവിടെയും പാർട്ട്ണർ. ഇതിലെ പെർഫോമൻസ് നിങ്ങളുടെ മിഡ് ടേം പരീക്ഷയുടെ ഗ്രേഡ്സിനെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറുമായി ചേർന്ന് നന്നായി പെർഫോം ചെയ്യാൻ നോക്കണം എന്ന് സാർ കുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നു. അത് കേട്ടപ്പോഴേ സോജിയങ്ങിന്റെ പ്രതീക്ഷകൾ തീരുന്നുണ്ട്. ബോക്സ് ഇവളിത് എവിടെ പോയി എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് താഴെ നിന്ന് അവളുടെ ശബ്ദം അവൻ കേൾക്കുന്നത്. അവൾ നിന്റെ കാലിന് എങ്ങനെയുണ്ട്, ഓടാൻ കഴിയുമോ, ഏത് കാലിനാണ് ഞാൻ കെട്ടേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു. അഭിമാനിയായ ബോക്സു എൻ്റെ കാലിന് എന്താണ് കുഴപ്പം, ഒരു കുഴപ്പവുമില്ല, ഏത് കാലിന് വേണമെങ്കിൽ കെട്ടിക്കോ എന്നവൻ പറയുന്നു. അവൾ കെട്ടുമുറുകിയപ്പോൾ പക്ഷേ അവൻ വേദന കൊണ്ട് പുളയുന്നുണ്ട്. സോജിയങ് എഴുന്നേറ്റ് നീ കാരണം എൻ്റെ പോയിന്റ് നഷ്ടപ്പെട്ടാൽ നിന്നെ ഞാൻ കൊല്ലും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഓടിക്കുമെന്ന് പറയുന്നു. മത്സരം തുടങ്ങിയതും സോജിയങ് സ്പീഡിൽ മുന്നോട്ട് നടക്കുന്നു. അവൾക്കൊപ്പം എത്താൻ ബോക്സ് ശ്രമിച്ചെങ്കിലും കാലിലെ വേദന കാരണം അവൻ അവളെയും കൊണ്ട് നിലത്തേക്ക് വീഴുന്നു. എല്ലാവരും അമ്പലപ്പോടെ അവരെ നോക്കി നിൽക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സോജിയങ് കാലിലെ കെട്ടഴിച്ച് അവനെ പൊക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് മുന്നോട്ട് ഓടുന്നു. നീ ശരിക്കും ബോധം കെടുന്നതാണ് നല്ലത് എന്ന് ലീജിയോങ് അത് കണ്ട് പറയുന്നുണ്ട്. മത്സരത്തിൽ പങ്കെടുത്ത ബാക്കി കുട്ടികളായി ഇത് കണ്ട് മത്സരം പോലും മറന്ന് സ്റ്റഡിയായി നിൽക്കുകയാണ്. സോജിയെ മാത്രം തകർത്തോടുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ബോക്സ് കാണുന്നത് മുന്നിലെ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് വരുന്നതാണ്. ഒന്നും മനസ്സിലാക്കാതെ ചുറ്റും നോക്കിയപ്പോഴാണ് അവൾ തന്നെയും എടുത്തുകൊണ്ട് ഓടുകയാണെന്ന് അവന് മനസ്സിലാകുന്നത്. അപ്പോഴേക്കും ലക്ഷ്യത്തിലെത്തിയ സോജിയോങ് അവനെടുത്ത് നിലത്തേക്ക് എറിയുന്നു. PT സാർ ഓടി അവൾക്കരികിൽ ചെന്നിട്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ 1ാം സ്ഥാനത്ത് എത്തിയോ എന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. ബാക്കി കുട്ടികളെല്ലാം വളരെ പുറകിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നത് നോക്കി എത്തി എന്ന അർത്ഥത്തിൽ തല കുലുക്കുന്നു. അവൾക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. നമ്മുടെ ദുരഭിമാനിയായ ബോക്സു ചത്തതുപോലെ നിലത്ത് കിടക്കുകയാണ്. നീ ഓക്കെ ആണോ എന്ന് സാർ അവനോട് ചോദിച്ചെങ്കിലും അവൻ ഉത്തരമൊന്നും നൽകുന്നില്ല. സ്കൂളിലെ ഡിസ്പെൻസറിയിൽ അവനെ എത്തിക്കുന്നത് സോജിയോങ്ങാണ്. അവിടെ എത്തിയപ്പോൾ അവൻ ചാടി എണീറ്റ് നിനക്ക് വട്ടായോ, നീ എന്നോട് എന്താണ് ഈ കാണിച്ചതെന്ന് ചോദിക്കുന്നു. നിനക്ക് മനസ്സിലായില്ലേ, നീ ആദ്യമായി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതാണ് ഇപ്പോൾ പ്രധാനം എന്ന് ചോദിച്ചവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് നീ അവരുടെ മുന്നിൽ എന്നെ ഒരു ഫൂളാക്കിയില്ലേ എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ നീ ഒരു ഫൂളാണ് എന്ന് പറഞ്ഞവൻ്റെ തോളിൽ തട്ടിയിട്ട് അവൾ പുറത്തേക്ക് നടക്കുന്നു. ഇടയ്ക്ക് തിരിഞ്ഞെന്ന് നീ നേരത്തെ പറഞ്ഞ ഇന്ത്യക്കാരൻ ഇല്ലേ, അത് എബ്രഹാം ലിങ്കൺ അല്ല, ഗാന്ധിജിയാണ് എന്ന് പറയുന്നു. അവിടെ നടന്നതെല്ലാം അവൾ കണ്ടു എന്നവന് മനസ്സിലാകുന്നുണ്ട്. അവൻ ചമ്മലോടെ ആരായാലും എന്താ, രണ്ടുപേരും വിദേശികളല്ലേ എന്ന് പറയുന്നു. നീ അഹിംസാ വിശ്വാസിയാണോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ലെങ്കിലും നിന്നെ അപ്പോൾ കാണാൻ വളരെ കൂളായിരുന്നു എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകുന്നു. ആ പുകഴ്ത്തലിൽ ബോക്സ് മൊത്തത്തിൽ വീണു പോകുന്നുണ്ട്. അപ്പോഴേക്കും അവനെ അന്വേഷിച്ച് ലിജിയോങ്ങും മിഞ്ചിയും കൂടി അവിടെ എത്തിയിരുന്നു. അവൻ്റെ ഇരിപ്പ് കണ്ട് അവൻ തലയിടിച്ചാണ് വീണതെന്ന് തോന്നുന്നു. വേറെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകേണ്ടി വരുമോ എന്ന് ലിജിയോങ് പറയുന്നു. ബോക്സു ഇല്ലെന്ന് തല കുലുക്കിയിട്ട് എൻ്റെ ഹൃദയമാണ് തകർന്നത് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ചെന്ന് ജനലിൽ കൂടി ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സുജിയങ്ങിനെ നോക്കുന്നുണ്ട്. അടുത്ത ദിവസം നേരം വെളുത്ത് വരുമ്പോഴേ അവൻ സുജിയങ്ങിനെ കാണാൻ സ്കൂളിനരികിൽ കാത്തു നിൽക്കുന്നുണ്ട്.
അവളെ കണ്ട് ഓടി ഇറങ്ങി ചെല്ലുമ്പോൾ നിന്റെ കാൽ ശരിയായോ എന്ന് അവൾ ചോദിക്കുന്നു. അതൊക്കെ റെഡിയായി എന്നറിയിച്ചിട്ട് മടിച്ച് അവൻ അവളോട് എനിക്കൊപ്പം ഒരു ഡേറ്റിന് വരുമോ എന്ന് ചോദിക്കുന്നു. അവൾ അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഞാൻ ഇഡിയറ്റ്സിനെ ഡേറ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞ് മുന്നോട്ടെടുക്കുന്നു. എനിക്ക് നന്നായി പഠിക്കാൻ കഴിയും, ഞാൻ നിന്നെ നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, എങ്ങനെ പഠിക്കണമെന്നാണ് എനിക്കറിയാത്തത് എന്ന് അവൻ പറയുന്നത് കേട്ട് അവളുടെ മുഖത്തൊരു ചിരി വീഴുന്നുണ്ട്. അവൾ തിരിഞ്ഞെന്ന് എങ്കിൽ കൊറിയൻ ലിറ്ററേച്ചറിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പരിഗണിക്കാം എന്നവൾ പറയുന്നു. അവൻ തലകുലുക്കി സമ്മതിക്കുന്നു. പിന്നീടുള്ള അവൻ്റെ മാറ്റം കൂട്ടുകാരെ അമ്പരപ്പിക്കുന്നുണ്ട്. പുസ്തകം തുറന്നു നോക്കാറില്ലായിരുന്ന അവൻ ഒരു മുഴുവൻ സമയ പഠിപ്പിസ്റ്റായി മാറുന്നുണ്ട്. പഠനത്തിനായി അവൻ സോജിയോങ്ങിനൊപ്പം സമയം കണ്ടെത്തുന്നിടത്ത് 1ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.